ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടാണ്. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ചു വെച്ച ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ അതേപോലെ തന്നെ 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഈ 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണെങ്കിലും മിക്സ് ചെയ്യാം. ഇതിൽ ആ ഒരു കട്ടയെല്ലാം പോയി കിട്ടാനാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതേപോലെ ആവുമ്പോൾ നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഈ ഒരു മിക്സ് ഒഴിച്ചതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ സ്റ്റൗ ഓൺ ചെയ്യുക. സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിത് കൈയെടുക്കാണ്ട് ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് കൈയെടുക്കാണ്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊരു ക്രീമി രൂപമാവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. മിൽക്ക് മെയ്ഡ് സാധാരണ എല്ലാവർക്കും ഇഷ്ടമായ ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബട്ടറെല്ലാം ഇതിലേക്ക് മെൽറ്റ് ആവുന്നത് വരെ. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഒരാഴ്ചയോളം നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഇതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.